ഹായ് എല്ലാവർക്കും നമസ്കാരം. നൈജീരിയൻ ഡയറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുന്നേക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ ക്യാമ്പും സൈറ്റും കുറച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഞങ്ങളുടെ ക്യാമ്പിൻ്റെ ഉള്ളിലെ കുറച്ച് വ്യൂസാണ്. എനിക്ക് തോന്നുന്നു ഞാനിത് പുറത്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇത് എൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നൊരു കോറിഡോറാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സിംഗിൾ റൂമുകൾ കാണാം. അപ്പോൾ ഞങ്ങൾ റിഫൈൻഡ് സ്റ്റാഫൊക്കെ താമസിക്കുന്നത് ഇതേപോലെ റൂമിലാണ്. ഇത് ഞങ്ങൾ സെൻട്രൽ ഹാളാണ്. അപ്പോൾ മാക്സിമം ഇവിടെ ഫിലിപ്പീൻസുകളൊക്കെയാണ് ഉണ്ടാവാറ്. ഞങ്ങളത് ഇരിക്കാറില്ല. മലയാളികൾ വളരെ കുറവാണ് എൻ്റെ കൂടെ. ഇത് ഞങ്ങൾക്കുള്ളൊരു കോമൺ ഫ്രിഡ്ജാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. അടിക്കാനും കുടിക്കാനും പറ്റിയ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഞങ്ങൾക്ക് പുറത്ത് വ്യൂ ഒന്ന് കാണിച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ക്യാമ്പിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്. ക്യാമ്പിൻ്റെ മുന്നേ കാണിച്ച വ്യൂ എനിക്ക് തോന്നുന്നു ക്യാമ്പിൻ്റെ പുറത്താണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, വാതിൽ തുറന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണുന്നൊരു കോറിഡോറാണിത്. ഇവിടെ ഡിഫറെൻറ്റ് ബ്ലോക്കുകളായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഓരോ ബ്ലോക്കിലും ഓരോരുത്തരുണ്ടാവും. അപ്പോൾ കൂടുതൽ ഇവിടെ ഞങ്ങളെ കൂടെ ഉള്ളത് കൊറിയൻസ് ആൻഡ് ഫിലിപ്പീൻസ് ആണ്. പിന്നെ നൈജീരിയൻസ് ലോക്കൽ സ്റ്റാഫുകളാണ്. അപ്പോൾ അവർ പോയി വരികയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഈ കോറിഡോറിലൂടെയാണ് നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ. എല്ലാ ബ്ലോക്കിലും നിങ്ങൾക്ക് കാണാം. ഫയർ എക്സ്റ്റിങ്ക്വിഷർ നിങ്ങളുടെ എല്ലാ ബ്ലോക്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ റൂം കാണാം. ചെറിയ റൂമല്ല, അത്യാവശ്യം വലിയ റൂം തന്നെയാണ്. കണ്ടോ, ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബാർബർ ഷോപ്പാണ് കേട്ടോ. എല്ലാ വീക്കെൻഡിലും ഒരു നൈജീരിയൻ ലോക്കലായിട്ടുള്ളൊരു പുള്ളിക്കാരൻ വന്നിട്ട് ഞങ്ങൾക്ക് മുടി വെട്ടാനൊക്കെ സൗകര്യമുണ്ട്. ആക്ച്വലി അത് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും കൊറിയൻസും ഒക്കെ രാവിലെ വന്ന് ലൈൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുടി വെട്ടാം. എനിക്ക് തോന്നുന്നു എല്ലാ വീക്കിലും ഞാൻ മുടി വെട്ടാറുണ്ട്. ഇത് ഞങ്ങളുടെ ക്യാമ്പിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ്. അത് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ ഓഫീസ് പ്രമൈസസ് കാണാം. ഇതിപ്പം റൈറ്റ് സൈഡാണ്, ലെഫ്റ്റ് സൈഡാണ് സൈറ്റ്. കണ്ടോ, ഈ ഭാഗത്താണ് സൈറ്റ്. അപ്പോൾ നിങ്ങളുടെ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി മാക്സിമം ഒരു 20-30 മീറ്ററിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഓഫീസിലേക്ക് നടന്ന് പോകാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ ഓഫീസ് പ്രിമൈസസ്. ഞാൻ മുന്നേ കാണിച്ച ഓഫീസിൻ്റെ പുറത്തുള്ള ഭാഗമാണ് കേട്ടോ. ഒരുപാട് എൻട്രി ഉണ്ട്. ഇത് വേറൊരു എൻട്രിയാണ്. കാരണം നല്ല മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, വളരെ ബുഷി ആയിട്ടുള്ള മരങ്ങളൊക്കെയാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു ഞങ്ങളിവിടെ വരുമ്പോൾ ഇതിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ 10-20-40 വർഷത്തിന് മേലെയായിട്ട് പൂട്ടിക്കിടക്കുന്ന ഒരു റിഫൈനറിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളൊന്നും അങ്ങനെ ക്ലീൻ ആയിരുന്നില്ല. ഇപ്പം ഞങ്ങളുടെ ടെമ്പററി ഈ വർക്കിന് വേണ്ടി മാത്രം ഒന്ന് സെറ്റാക്കി എടുത്തിരിക്കുന്ന ഒരു ഓഫീസാണ്. പൊതുവെ ഇങ്ങനെ ആയിരിക്കില്ല ഓഫീസൊക്കെ വളരെ അടിപൊളി ഓഫീസൊക്കെ ആയിരിക്കും. ഇത് കണ്ടോ, ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടേജ്. അപ്പോൾ അവിടെ കാണുന്ന വണ്ടികളൊക്കെ കൊറിയൻസ് യൂസ് ചെയ്യുന്നതാണ്, ഓഫീസേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. മാത്രമല്ല കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ ഓഫീസിൻ്റെ ഉള്ളിലാണ്. അത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.